നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എന്താണ്? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇപ്പോൾ ഒരു സർപ്രൈസ് കിട്ടും, നമുക്ക് നോക്കാം. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഹലോ, DNDJയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഇത് ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷനാണ്. അതൊരു കപ്പ് കേക്ക് കൊണ്ട് മധുരമൊക്കെ കൊടുത്ത് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം നൈറ്റ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് പാലായിൽ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരണം. അതിന് ശേഷമാണ് ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെയൊക്കെ നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതിനെ വേറെ ആർക്കും തടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളും അതേപോലെ തന്നെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ വലുതായിട്ട് തന്നെ ആഘോഷിച്ചു. അപ്പം നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ പാലായിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾ നോർമൽ വർക്കിംഗ് ഡേയ്സ് പോലെ തന്നെ ഞാനും ഏട്ടനും കൂടെ ഓഫീസിലേക്ക് പോയി. അപ്പം ഞങ്ങൾ പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്തതാണ് ലഞ്ച് ഒരുമിച്ചാക്കാം എന്നുള്ളത്. അന്നത്തെ ദിവസം ഒരുമിച്ചിരുന്നിട്ട് കഴിക്കണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് ലീവൊക്കെ ആക്കി മൂൺസ്റ്റൈൻ കഫേയിലേക്ക്, നമ്മുടെ പാതിരപ്പള്ളി തന്നെയുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടേക്ക് പോയി. ശരിക്കും ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് നൈറ്റാണ്. നൈറ്റ് നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് ഈ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പിന്നെ കുറേ നേരം സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ശരിക്കും ഒരുമിച്ചുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ തിരക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുമിച്ച് ഒത്തിരി നേരമൊന്നും സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോഴും ഏട്ടന് ഓഫീസിലെ കോളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീട്ടിലേക്കൊന്ന് പോയി. വീട്ടിലേക്ക് ചെന്നപ്പോഴത്തന്നെ ഒരാൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവനൊന്ന് കൂളാക്കി അവനെ ഉറക്കിയ ശേഷം ഞങ്ങൾ അടുത്ത ട്രിപ്പൊന്ന് വെളിയിലിറങ്ങി കേട്ടോ. അത് ശരിക്കും ആലപ്പുഴയിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ 2 വീട്ടുകാരും ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രസ്സിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ നോ പറയത്തില്ല, എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇഹാ ഡിസൈൻസിലേക്കാണ് പോയത്. അപ്പം അവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത്. എനിക്കിതിനു മുന്നേ പോയിട്ട് എനിക്കത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ, ഈഹയിൽ നിന്ന് വാങ്ങിയത്. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി. പിന്നെയും കുറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഏട്ടന് ഡ്രസ്സ് എടുക്കണമായിരുന്നു, ഞങ്ങൾക്ക് വേറെ ഡ്രസ്സ് എടുക്കണമായിരുന്നു, കുഞ്ഞിനെ എടുക്കണമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കുറേ ടൈം ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വേണം ഇനി എല്ലാവരും ഒരുക്കിയിട്ട് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വരാൻ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കേക്ക് വാങ്ങിയേക്കാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങി അച്ഛനും അമ്മയും കുഞ്ഞാവയും പിന്നെ എൻ്റെ അനിയത്തിയും ഞങ്ങളെല്ലാവരുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ വന്നത് നമ്മുടെ പുന്നപ്രയിലുള്ള ബിയാൻകോയിലാണ്. അപ്പം ബിയാൻകോ എനിക്ക് എൻ്റെ ഫ്രണ്ട് ശ്രീനാഥാണ് സജസ്റ്റ് ചെയ്തത്. അപ്പം അവൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവൻ പറഞ്ഞിരുന്നു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിന്ന്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഇത്ര ഡിലേ ആവുന്നതെന്ന്. ശരിക്കും കുഞ്ഞു വാവന്മാരുള്ള അമ്മമാർക്ക് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം അവരുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജോലിക്കും കൂടെ പോയി വരിക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പം നമ്മൾ ശരിക്കും ഒരു കാര്യം ഒരു ദിവസം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്താലും പക്ഷേ അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വാശി കാരണം നടക്കണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യങ്ങളോ ഫാമിലി ഫംഗ്ഷനോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിലൊക്കെ എൻഗേജ്ഡായി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വീഡിയോസൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. പിന്നെ ഞാൻ ഇതൊക്കെ എനിക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ നല്ല മൊമെൻറ്റ്സ് നമ്മൾ അത് കളക്ട് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം കുഞ്ഞിപ്പം തീരെ ചെറുതാണ്. അവന് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് അവനും വിചാരിക്കുമല്ലോ ഞാനിങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ജസ്റ്റ് മെമ്മറീസ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ.
ഇനി നമുക്ക് വീഡിയോയിൽ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാൻ കേട്ടോ. അത് അച്ഛൻ്റെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. അപ്പം അവന് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ വേണ്ട. അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്പെഷ്യൽ ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ അവിടുത്തെ ഇൻറ്റീരിയറാണ് ഈ കാണിക്കുന്നത്. ഓവറോൾ അടിപൊളിയായിരുന്നു. ത്രികുടനാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവൻ്റെ കളിയും കുസൃതിയും ഒക്കെ നല്ലോണം വെളിയിലെടുത്ത് നന്നായിട്ട് അവൻ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളിതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ പാരൻസും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതേ കേക്ക് കട്ടിങ്ങൊക്കെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ കുറേ നല്ല ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു പ്രഹസനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. മുൻപൊക്കെ ഞങ്ങൾ ശരിക്കും സർപ്രൈസായിട്ട് തന്നെയാണ് ഗിഫ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് എനിക്ക് മനസ്സിലായി അതത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാര്യം നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു ടീഷർട്ട് അത് ഏട്ടനിട്ടതിന് ശേഷം അത്ര കംഫർട്ടായി ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്ക് വിഷമമാകും. പിന്നെ അതേപോലെ തന്നെ അത് ചുമ്മാ ഇങ്ങനെ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്നല്ലാണ്ട് ശരിക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് വേണമല്ലോ നമ്മുടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ വെളിയിൽ പോയിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് ഞാൻ സെലക്ട് ചെയ്യും, ഏട്ടൻ പേയ്മെൻറ്റ് ചെയ്യും, ഏട്ടന് ഇഷ്ടമുള്ളത് ഏട്ടൻ സെലക്ട് ചെയ്യും, ഞാൻ പേയ്മെൻറ്റ് ചെയ്യും. അതാണ് ഇപ്പം ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ശരിക്കുള്ളൊരു വേ എന്ന് പറയുന്നത്. അത് ശരിക്കും നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം നമുക്ക് ഉപയോഗിക്കണമല്ലോ അത് പിന്നീട്. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൊടുത്താൽ മറ്റേ ആൾക്കത് ഉപകാരപ്പെടണം, അത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വിഷ്വൽസാണ് ഈ കാണുന്നത്. ഏട്ടനൊക്കെയാണെങ്കിൽ നല്ല ക്ഷമ നശിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് വന്നപ്പം എനിക്ക് ശരിക്കും ഒരു പാസ്ത ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പാസ്തയുടെ ആ ഒരു ഡിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഒത്തിരി വെറൈറ്റി ഫുഡൊക്കെ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്ന ടീമാണ്. അപ്പോൾ എല്ലാവർക്കും അതിന് ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഫുഡിൻ്റെ കൂട്ടത്തിലൊരു കിടിലൻ ഐറ്റം ഉണ്ട് കേട്ടോ. അത് ആ ചട്ടിയിലിരിക്കുന്ന ദം ബീഫ്, അതൊരു രക്ഷയില്ലായിരുന്നു. പക്ഷേ എനിക്ക് അല്പം സ്പൈസി ആയിട്ട് തോന്നി. ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിലും സർവീസിൻ്റെ കാര്യം പറയാനാണെങ്കിലും ബിയാൻകോ ഞങ്ങൾ ചൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനായിരുന്നു. അപ്പം ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയ സമയത്ത് ഏകദേശം നല്ല ലേറ്റായിരുന്നു. അതുകൊണ്ട് റെസ്റ്റോറൻറ്റിലെ ലൈറ്റ്സ് വരെ ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.